ഈ വീഡിയോ ചെയ്യുന്ന സമയത്തെ രണ്ടു കാര്യം ചോദിച്ചിട്ട് നിങ്ങളുടെ വീഡിയോകൾ ഞാൻ പലതും കാണാറുണ്ട്. നിങ്ങൾ കൂട്ടം കൂടി ചെയ്യുന്ന വീഡിയോകൾ പലതും ഉണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ഈ വീഡിയോയുടെ തയ്യാറെടുപ്പ് എടുക്കുന്നത്? അയ്യോ, തയ്യാറെടുപ്പൊന്നുമില്ല. മറ്റേ ജീവിതത്തിൽ സംഭവിക്കുന്ന അതേപടി അങ്ങ് പകർത്തി വെക്കുക, അത്രേ ഉള്ളൂ. എല്ലാം ജീവിതത്തിൽ സംഭവിച്ചങ്ങനെയാണ്? എല്ലാം ഒന്നുമില്ല, ബട്ട് ഒരുമാതിരി ഒരു 70-75% ഒക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എനിക്കും കൂടെ ഉള്ളവന്മാർക്ക് സംഭവിക്കുന്ന അതേപടി അങ്ങ് പകർത്തി വെക്കുക, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഈ സിനിമയിൽ നിങ്ങൾ അഭിനയിച്ചാണ്, ഈ സിനിമയിൽ സംഭവിച്ച ഒരു വീഡിയോ ചെയ്യേണ്ടത് നിങ്ങൾക്ക്? ഈ സിനിമ സംഭവിച്ചോ? നിങ്ങളവിടെ വെറുതെ ഇരിക്കുന്ന സമയത്തുണ്ട് ഒരു സാധനം ഒരു വീഡിയോ നിങ്ങൾ ചെയ്യണ്ടേ? അങ്ങനെ ചെയ്യുവാണ്. എൻ്റെ ഈ സിനിമയുടെ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ വിനീതേട്ടനോട് ക്യാരവാനിൽ ഫുഡ് അടിക്കുന്നത്. ലൈക്ക് ഞാൻ ഏറ്റവും ലുക്ക് ഫോർവേഡ് ചെയ്തൊരു സംഭവം വിനീതേട്ടൻ്റെ സെറ്റാണോ, ഫുഡ് അടിപൊളിയായിരിക്കും. ക്യാരവാനിൽ വിളിച്ച് വരുത്തി ഏറ്റവും അടിപൊളി. ലൈക്ക് എന്ത് സന്തോഷമാണെന്നറിയാം. മറ്റേ എടാ പാടാ ചെമ്മീൻ ബിരിയാണി ഉണ്ടാ, എടാ പാടാ മറ്റേ മറ്റേ ഡ്രീം കേക്കാ, മറ്റേ 5 ലെയർ ഡ്രീം കേക്ക്. അപ്പോൾ ഓരോ ദിവസം സെറ്റ് വരുമ്പോൾ മറ്റേ ഇന്ന് അഭിനയിക്കാനുള്ള സീനുകളുടെ എണ്ണത്തെക്കാളും ഇന്ന് ലൈക്ക് വിനീതേട്ടൻ തരുന്ന ഫുഡിന്റെ കാര്യം ഓർത്ത് രാവിലെ 6 മണിക്ക് എണീക്കുന്ന ദിവസങ്ങളുണ്ട്. സെറ്റ് വരും, നല്ല അടിപൊളി ഫുഡ്. എന്നിട്ട് എന്താ മൊത്തത്തിൽ അപ്പൊ ഈ സിനിമയിൽ നിന്നൊരു സാധനം എടുത്ത് വീഡിയോ ആക്കണമെന്ന് പറഞ്ഞാൽ എന്താ ഇപ്പൊ പറയാൻ ഒരു സംഗതി വീഡിയോ ആക്കിയിട്ടുണ്ട്. അതെ, അത് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഇതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടൊരു വീഡിയോ ഓൾറെഡി ആക്കിയിട്ടുണ്ട്. ബട്ട് ഓവറോൾ ഞാൻ നല്ല മാത്രമല്ലേ പറയുള്ളൂ. എല്ലാം പറയാം. ഇല്ല, നല്ലത് മാത്രമേ ഉള്ളൂ പറയാൻ. അതെ, നല്ല മാത്രമേ ഉള്ളൂ പറയാൻ. അല്ല, ഒരു വീഡിയോ ചാവുന്നവരെ ഞാൻ കേട്ടില്ല. ചാവുന്നവരെ ഞാൻ പിടികൊടുക്കില്ല. ഒരു വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ട്. അല്ല, ഞാനിപ്പോ എന്റെ ചോദ്യത്തിന് ആൻസർ ഇതിന് എനിക്കൊരു വീഡിയോ ഇതുമായിട്ട് ഇപ്പൊ ഇവിടെ പറയുകയാണെങ്കിൽ ഒരു വീഡിയോ ഏത് പറയും? ഓക്കെ, അതിപ്പോ നമ്മളെന്താ പറയാ, ഇപ്പൊ വിനീതേട്ടന്റെ സ്റ്റീരിയോ ടൈപ്പിനെ വെച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം. വിനീതേട്ടൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആരാ നന്നായി ഞാൻ പറഞ്ഞോട്ടെ, ചെന്നൈ തൈർ സാധം. പിന്നെ വിനീതേട്ടൻ നല്ലൊരു ഫുഡിയാണ്. അപ്പൊ പലതും നമുക്ക് അതിനെ വെച്ച് പലതും പറയാം. അതെ, വിനീതേട്ടന്റെ ചിരി ഭയങ്കര ഇൻഫെക്ഷൻസ് ആണ്. വിനീതേട്ടൻ കൂടുതൽ ചിരിച്ചാൽ നമ്മൾ ചുമ്മാ ചിരിച്ചു. വിനീതേട്ടൻ എന്തെങ്കിലും പറഞ്ഞു ഒന്നുമില്ല ചിരിച്ചാൽ കൂടുതൽ നമ്മൾ ചിരിച്ചു. അതിനെ നമുക്ക് ഇന്ന് മൃദുല് പറഞ്ഞൊരു കാര്യം, അതായത് ജോമോനും മൃദുലും ഭയങ്കര ഫ്രണ്ട്സാ. അപ്പൊ ഇവര് ബ്യൂട്ടിഫുൾ ചെയ്യുന്ന സമയത്ത് ജോ അടുത്ത പടം എന്റെ പടം ചെയ്യുന്നെന്ന് പറഞ്ഞപ്പോ മൃദുല് ടൈറ്റിൽ വെച്ചപ്പോ ജോ പറഞ്ഞു തട്ടത്തിൻ മറയത്ത് നീ എന്തിനാ ഇമാതിരി പടമൊക്കെ പോയി അല്ല അങ്ങനെ പറഞ്ഞ്. എന്നിട്ട് അന്നേരം നമ്മള് ചെന്നൈയിലായിരുന്നു. പണ്ട് ചെന്നൈയിലാണല്ലോ പോസ്റ്റ് പ്രൊഡക്ഷൻ. ചാപ്പേന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്നു, വി കെ സാറിന്റെ ഏതൊരു പടം നടക്കുന്നു. അങ്ങനെ ഇത് പറഞ്ഞതിന്റെ അന്ന് രാത്രി ജോമോന് ബാ ഒരു സ്ഥലത്ത് പാട്ടെന്ന് പറഞ്ഞു. നമ്മളൊരു സ്ഥലത്ത് ഇങ്ങനെ മീറ്റ് ചെയ്തപ്പോ ഒരു I-20 വരുന്നു. I-20 വിനീത് ശ്രീനിവാസൻ. അപ്പം ഇതിന്റെ പാട്ടുകൾ കേൾപ്പിച്ചു. ഒന്നാണ് ഈ സാഹിബാഗത്ത് റിലീസിന് എത്രയോ മുമ്പ് മൃദുല് പാട്ടുകൾ കേട്ടിട്ടുണ്ട്. അന്ന് എന്റെ പെർസെപ്ഷൻ മാറി. ചെയ്തോ വിട്ട് ഇനി വിടുക വേണ്ട. അല്ല, അത് അങ്ങനെ ഒരു ഇത് ജോമോന്റെ അടുത്ത് പറയാൻ കാരണം എന്താ? അല്ല, പെട്ടെന്ന് അതായത് ചാപ്പാക്കുരിശ് കഴിഞ്ഞു, ബ്യൂട്ടിഫുൾ കഴിഞ്ഞു. അപ്പൊ ബ്യൂട്ടിഫുളിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുക. അപ്പൊ ഞാൻ ഏതാ മോനെ അടുത്ത പടം? അപ്പൊ ഇങ്ങനെ പടം പറഞ്ഞു. ഇതിന്റെ ടൈറ്റിലാണ് ഞാൻ ഭയങ്കര ജെന്യൂൻ ആയിട്ട് പറഞ്ഞത്. പിന്നെയാണല്ലോ നമ്മള് പടം കാണുന്ന. അല്ല, പിന്നെ അന്ന് രാത്രിയാണ് പാട്ട് കേട്ടോ, 4 പാട്ട് കേട്ടു. ഈ തട്ടത്തിൻ മറയത്തിലെ 4 ഹിറ്റ് പാട്ടും വിനീത് കാറിലിട്ട് പ്ലേ ചെയ്തു. അത് കഴിഞ്ഞ് അവര് ചെയ്തു. ടൈറ്റില് നമ്മളന്നേരം എന്താ പറയുക, കിളി പോയി നടക്കാണല്ലോ സിനിമ എന്നൊക്കെ പറഞ്ഞാൽ. നമുക്ക് വേറെ ടാരന്റീനോ എന്നൊക്കെ പറഞ്ഞത് കഴിവില്ലെങ്കിൽ നമ്മൾ ഇവരൊക്കെയാണല്ലോ ആരാധിക്കുന്നത്. കഴിവില്ലെങ്കിൽ നമ്മൾ ഇവരെയൊക്കെയാണ് ആരാധിക്കുന്നത്. എവിടെ കഴിവില്ലാത്ത മൃദുലിന് ഉണ്ട്. അത് കുറച്ചേ പുറത്തു വന്നിട്ടില്ല, ബാക്കി കൊണ്ടുവരണം. ഇത് ഇന്ന് മൊത്തം ട്രോളാട്ടോ. എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത സംഭവമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല. ചോദിച്ചേ വാങ്ങിയെന്നല്ലേ വരുള്ളൂ ഇപ്പൊ. അയ്യോ, ഇത് കിട്ടുന്ന അറിഞ്ഞിട്ട് ചോദിച്ചാണോ? അല്ല, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുള്ളവനും അല്ലാത്തതുകൊണ്ട് വിഷയമല്ല. അവിടെ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ നമുക്ക് പൊളിക്കണം. ഇനി ഈ പടത്തിന്റെ 100-50 ആഘോഷത്തിന് നമ്മൾ ഇത് വെച്ച് പിടിക്കാൻ പോവാ.
അല്ലേ? സെറ്റല്ലേ? എവിടെയൊക്കെ നമ്മൾ പോയി യാത്ര ചെയ്തിട്ട് വന്ന പോലെ ഉണ്ട്. തലശ്ശേരി മൊത്തം കറങ്ങി കൊച്ചിയിലേക്ക് എത്രേ ഉള്ളൂ. പിന്നെ ഈ സംഭവങ്ങൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരു സിനിമ കണ്ടിറങ്ങുമ്പോൾ ഇങ്ങനെ തന്നെ കോമഡി ആയിട്ട് ചിരിച്ചും ഒരു ഫാമിലിക്ക് റിലേറ്റ് ചെയ്യാവുന്ന എല്ലാ സബ്ജക്റ്റും ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. മോഹൻചേട്ടൻ്റെ കഥയിൽ നിന്ന് മനസ്സിലായി. അങ്ങനെയല്ല ഈ സിനിമ. നമ്മളതാണ് ആഗ്രഹിക്കുന്നത്. ഇതൊക്കെ ഇപ്പം സ്ക്രിപ്റ്റ് വായിച്ച സമയത്തും ചെയ്യുന്ന സമയത്തൊക്കെ ഞങ്ങൾ കുറേ ചിരിച്ചിട്ടുണ്ട്. ഇനി ആൾക്കാരും കൂടെ ചിരിച്ചാലേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. ഹ്യൂമർ എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെയാണല്ലോ. നമുക്കതിനെ പറ്റിയിട്ടൊരു കാൽക്കുലേഷൻ ഉണ്ടാവും. ആ കാൽക്കുലേഷൻ കറക്റ്റ് ആയാൽ അത് കറക്റ്റ് ആവും. ആ കാൽക്കുലേഷൻ കറക്റ്റ് ആവട്ടെ എന്നുള്ളതാണ് നമ്മളെല്ലാവരും. ഓരോ സിനിമ വിനയനെ സംബന്ധിച്ച് ഓരോ സിനിമകൾ നമുക്ക് ഇപ്പോൾ തട്ടത്തിൽ മറയത്തിൽ തന്നെയാണ് നമ്മൾ ഹിറ്റടിച്ച സിനിമകളെല്ലാം ഒന്നിനൊന്നിന് വ്യത്യസ്തമായി ചെന്ന്. കുറുക്കനും നമുക്ക് സുബേറിനെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ലാതെ ഓടിയ സിനിമയാണ്. തിയേറ്ററിൽ അത്രയും ഓടിയില്ലെങ്കിലും കളക്ഷൻ ബേസ് കുറവാണെങ്കിലും ബിസിനസ്സും എല്ലാം നടന്നു പോയ സിനിമയാണ്. കുറുക്കനും ആളുകൾ ഏറ്റെടുത്ത സിനിമയാണ്. എങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങൾ സിനിമകൾ അങ്ങനെ ഓടിയില്ല. പക്ഷേ സിനിമ നമുക്ക് ഏതാണ് വിജയിക്കുന്നത് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥ. ഒരു പ്രേക്ഷകൻ ഏത് രീതിക്ക് എനിക്കിഷ്ടപ്പെടുന്ന ചിലപ്പം വിനീതിന് ഇഷ്ടപ്പെടില്ല. സിനിമയുടെ ഓട്ടം അങ്ങനെയാണ്. ഇപ്പം വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ആളുകൾ ഭയങ്കരമായിട്ട് ഹിറ്റ് തന്ന ഒരു സിനിമയാണ്. പക്ഷേ അത് OTT വന്നപ്പം അത് നമ്മൾ പൊങ്കാല ഇട്ട് നമ്മളെ കൊന്നു. അതാണ് അതിൻ്റെ അവസ്ഥ ഉണ്ടായത്. പക്ഷെ ഓരോരുത്തർക്ക് പക്ഷെ നേരെ തിരിച്ചാണ് സൈജു കുറുപ്പിൻ്റെ പടം ഭരതനാട്യം. അത് തിയേറ്ററിൽ ഓടിയില്ല. പക്ഷേ OTT വന്നപ്പോൾ ഏറ്റവും കൂടുതൽ വാച്ച് ചെയ്ത സിനിമ അതായിട്ട് മാറി. അങ്ങനെയാണ് പ്രേക്ഷകർ എന്ന കാര്യത്തിൽ സംശയമില്ല. വിനീതിനെ സംബന്ധിച്ചും ഏത് രീതിക്കാണ് ഒരു സിനിമ എടുക്കുമ്പോൾ ഒരു ഡയറക്ഷൻ പോലെ അഭിനയിക്കാൻ പോകും വിനീത് ഒരു കാഴ്ചപ്പാടുണ്ടാവും. എൻ്റെ സിനിമ ഇങ്ങനെയാണല്ലോ, നമ്മളെല്ലാം ഹിറ്റ് അടിക്കുന്നതാണ്. പക്ഷെ അങ്ങനെ ഒരു കാഴ്ചപ്പാട് വെക്കുമ്പോൾ ഏത് സബ്ജക്റ്റ് എങ്ങനത്തെ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാണ് നീ ഇഷ്ടം? എനിക്ക് പല രീതിയിലുള്ള സിനിമകൾ എടുക്കണമെന്നുണ്ട്. ഫീഡ്ബാക്കിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഐഡിയൽ സിനാരിയോ എന്ന് പറയുന്നത് ആൾക്കാർക്കെല്ലാം ഇഷ്ടപ്പെടണം. അത് തിയേറ്ററിലാണെങ്കിലും OTT-യിലാണെങ്കിലും എല്ലാ സ്ഥലത്തും നമ്മുടെ സിനിമ റിസീവ് ചെയ്യണമെന്നാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. എനിക്ക് 2 എക്സ്പീരിയൻസും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തിര ഇറങ്ങിയ സമയത്ത് തിയേറ്ററിൽ ആ സിനിമ തീരെ നന്നായിട്ട് പോയില്ല. ആ സമയത്ത് തന്നെ ഭയങ്കര ഫീഡ്ബാക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അന്നൊക്കെ DVD റിപ്പാണ്. ഇപ്പോൾ DVD റിപ്പിലും ടോറൻറ്റിലും ഒക്കെ ആൾക്കാർ പടം കണ്ടിട്ട് പിന്നെ ഭയങ്കര അഭിപ്രായം പറയും. അപ്പോൾ അതിൽ നമുക്കൊന്നും സന്തോഷിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ പ്രൊഡ്യൂസർക്ക് അതുകൊണ്ട് ഒരു ബെനിഫിറ്റ് ഉണ്ടായിട്ടില്ല. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം വന്നപ്പോൾ നേരെ തിരിച്ചാണ്. എൻ്റെ പ്രൊഡ്യൂസർ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയ പടമാണ്. പക്ഷേ OTT-യിൽ വന്നപ്പോൾ റിയാക്ഷൻ നേരെ തിരിഞ്ഞിട്ടും വന്നിട്ടുണ്ട്. പക്ഷേ തിരക്ക് സംഭവിച്ചതിനേക്കാളും ഒരു ബെറ്റർ സിനാരിയോ ആണ് എന്തുകൊണ്ടും വർഷങ്ങൾക്ക് ശേഷത്തിൻ്റെ. അറ്റ്ലീസ്റ്റ് എൻ്റെ പ്രൊഡ്യൂസർക്ക് യാതൊരു രീതിയിലുള്ള ഒരു പ്രശ്നവും ഉണ്ടായില്ല. അൾട്ടിമേറ്റ്ലി എൻ്റെ ഫസ്റ്റ് കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് അതാണല്ലോ. അപ്പോൾ ആ രീതിയിൽ എന്താ പറയുക, ഒരു റിലീഫ് ഉണ്ട്. പക്ഷേ സിനിമയ്ക്ക് വരുന്ന ഫീഡ്ബാക്ക് നമ്മൾ സ്വീകരിക്കുക. ക്രിറ്റിസിസം, കറക്റ്റായിട്ടുള്ള ക്രിറ്റിസിസം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. ഇതെല്ലാം ലേണിംഗ് ആണ്. സക്സസും ഫെയിലിയറും ഒന്നും നമുക്ക് ഡിസൈഡ് ചെയ്യാനും പറ്റില്ല, നമുക്ക് ഡിസൈൻ ചെയ്യാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. കിട്ടുന്നത് റിസീവ് ചെയ്യുക, അടുത്ത പരിപാടി നോക്കുക. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.